ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കേരള PSC HST ഇക്കണോമിക്സ് എക്സാം നെക്സ്റ്റ് മന്തിലാണ് നടക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ എക്സാമിന് വരാൻ ചാൻസുള്ള ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇടുന്നതായിരിക്കും. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എക്സാം അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേണാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. സിമ്പിൾ, ഡിഫിക്കൽട്ട്, മോർ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡിഫിക്കൽട്ട് ടു ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. മോർ ഡിഫിക്കൽട്ട് എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. പഠിക്കുന്ന ഒരാൾക്ക് തെറ്റ് വരാൻ ചാൻസ് ഉള്ളത് സിമ്പിൾ ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് അത് വിട്ടുകളയാതെ പഠിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. ആൻസർ 4 ഓപ്ഷൻസ് നമുക്ക് അറിയാവുന്നതായിരിക്കും. ബട്ട് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ക്വസ്റ്റ്യനിലായിരിക്കും. ഇനി വരുന്ന ദിവസങ്ങൾ ചെറിയ ടിപ്സ് കൂടി ഉൾപ്പെടുത്താം. നമ്മുടെ മൈനസ് തീരുമാനിക്കുന്നത് സിമ്പിൾ ആൻഡ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5 കണ്ടീഷൻസ് ഓഫ് ആരോ ഇമ്പോസിബിലിറ്റി തിയറം. 5 ഡൊമൈൻസ് ഉണ്ട് ആരോ ഇമ്പോസിബിലിറ്റി തിയറത്തിൽ. അത് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് അൺറെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. സെക്കൻഡ് വൺ പാരാറ്റോ എഫിഷ്യൻസി. തേർഡ് വൺ നോൺ ഡിറ്റക്ടർഷിപ്പ്. ഫോർത്ത് വൺ സോഷ്യൽ ഓർഡറിങ്, അതായത് ട്രാൻസിറ്റിവിറ്റി. ഫിഫ്ത്ത് വൺ ഇൻഡിപെൻഡൻസ് ഓഫ് ഇറലവൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. അൺറെസ്ട്രിക്റ്റഡ് ഡൊമൈൻ, ഫ്രീഡം ഓഫ് ചോയ്സ്. അൺറെസ്ട്രിക്റ്റഡ് ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. ജനങ്ങളുടെ ഫ്രീഡത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ പാരാറ്റോ എഫിഷ്യൻസി. ദാറ്റ് മീൻസ് എവ്രി വൺ പ്രിഫേഴ്സ് എ ഓവർ ബി. സൊസൈറ്റി ഷുഡ് ഓൾസോ പ്രിഫർ എ ഓവർ ബി. എല്ലാവരും ചൂസ് ചെയ്യുന്നത് എ ഓവർ ബി ആണെങ്കിൽ സൊസൈറ്റി ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, എ ഓവർ ബി ആയിരിക്കും. തേർഡ് വൺ നോൺ ഡിറ്റക്ടർഷിപ്പ്. നോ സിംഗിൾ പേഴ്സൺ ഷുഡ് ഡിസൈഡ് എവറിത്തിങ്. ഒരു സിംഗിൾ പേഴ്സണ് സൊസൈറ്റിയിലെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നോൺ ഡിറ്റക്ടർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് പവർ ഷുഡ് നോട്ട് ബി ഇൻ വൺ ഹാൻഡ്. Fourth one, social ordering. That means transitivity. Society choices must be logical and consistent. സൊസൈറ്റി ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ലോജിക്കലായിരിക്കും, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഗ്രേറ്റർ ദെൻ ബി, ബി ഗ്രേറ്റർ ദെൻ സി, എ ഗ്രേറ്റർ ദെൻ സി. ഫിഫ്ത്ത് വൺ ഇൻഡിപെൻഡൻസ് ഓഫ് ഇറലവൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ചോയ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഷുഡ് ഡിപ്പെൻഡ് ഓൺലി ഓൺ എ ആൻഡ് ബി, നോട്ട് ഓൺ അതർ ഓപ്ഷൻസ് ലൈക്ക് സി. തിരഞ്ഞെടുക്കുന്ന എ ആൻഡ് ബി ആണെങ്കിൽ സൊസൈറ്റി തിരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കും, എ ആൻഡ് ബി ആയിരിക്കും. അതർ ഓപ്ഷൻ സി ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല, സി തിരഞ്ഞെടുക്കില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സാറ്റിസ്ഫൈ ഓൾ 5 കണ്ടീഷൻ ടുഗദർ. ആരോ പറയുന്നത് എന്താണ്, ഈ 5 കണ്ടീഷൻസും ഒരുമിച്ച് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ആരോയുടെ അഭിപ്രായം, ഈ തിയറി പ്രകാരം പറയുന്നത്. അപ്പോൾ 5 കണ്ടീഷൻസാണ് നമുക്കുള്ളത് ആരോ ഇമ്പോസിബിലിറ്റി തിയറത്തിൽ. ഒന്നാമത്തത് അൺറെസ്ട്രിക്റ്റഡ് ഡൊമൈൻ.